അപ്പോൾ വയസ്സായാൽ ഒരു 63 വയസ്സൊക്കെ ആയാൽ ജീവിതത്തിൽ കുറച്ചുകൂടി ഒരു ആനന്ദകരമായ അവസ്ഥയിലേക്കും സന്തോഷകരമായ അവസ്ഥയിലേക്കാണ് പോകേണ്ടത്. പക്ഷെ കാണുന്നത് പലർക്കും വേജാറും വെപ്രാളും കൂടുതലാണ്, വിഷമം കൂടുതലായിട്ടാണ് കാണുന്നത്. അത് പരിഹരിക്കാൻ ഏറ്റവും നല്ലൊരു വഴിയാണ് ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക മനസ്സിലായോ? ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറു. അതാണ് വിഷയം. അപ്പോൾ അത് കുറെ പറയാനുണ്ട്. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറു, അതാണ് വിഷയം. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും അത് പറയാം. അപ്പോൾ 63 വയസ്സ് കഴിഞ്ഞവർക്ക് ഖുർആൻ ഇഷ്ടംപോലെ ഓതാം. പക്ഷേ സൂറത്തുൻ നസ്ർ ധാരാളമായി പാരായണം ചെയ്യുക, തസ്ബീഹ് വർദ്ധിപ്പിക്കുക. നല്ല റാഹത്ത് കിട്ടും, നല്ല സമാധാനം കിട്ടും. തസ്ബീഹ് വർദ്ധിപ്പിക്കുക. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്, അത് വലിയൊരു ഹിക്മത്താണ്. ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്ക് പിന്നെ പറയാം. പിന്നെയോ അൽഹംദുലില്ലാഹ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരുപാട് ആളുകൾ യൗവനകാലത്ത് മരിച്ചുപോയി, ഒരുപാട് ആളുകൾ ബാല്യകാലത്ത് മരിച്ചുപോയി. 63 വയസ്സുവരെ അല്ലെങ്കിൽ 60 വയസ്സുവരെ അല്ലെങ്കിൽ 65 വയസ്സുവരെ ജീവിക്കാൻ റബ്ബെനിക്ക് ആയുസ് നീട്ടിത്തന്നു. അൽഹംദുലില്ലാഹ്. ഇത് വീണ്ടും ആയുസ് കൂടാനുള്ള മരുന്നാണ്. അപ്പൊ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിറു. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് വാർദ്ധക്യ സഹജമായ അസ്വസ്ഥതകൾ ഇല്ലാണ്ടാക്കാൻ. ഒന്ന് ശ്രദ്ധിക്കണേ, പ്രസംഗം തീരുകയാണ്. വാർദ്ധക്യ സഹജമായ അസ്വസ്ഥതകൾ വരാതിരിക്കാൻ, വേവലാതികൾ വരാതിരിക്കാൻ, വിഷമതകൾ വരാതിരിക്കാൻ, ബലഹീനതകൾ വരാതിരിക്കാൻ, പരസഹായങ്ങൾ തേടേണ്ടി വരാതിരിക്കാൻ വസ്തഗ്ഫിറു, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ തസ്ബീഹ്, ഹംദ്, ഇസ്തിഗ്ഫാർ, ഇത് വലിയ ഹിക്മത്താണ്. എനിക്കിന്ന് പറഞ്ഞു പൂർത്തിയാക്കാൻ കഴിയില്ല. വാക്കവി ഉസ്താദ് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ വിഷയം ഒന്ന് തൊട്ടുപോയി. ഞാൻ നേരത്തെ ഒരു ഒഴുക്കിൽ അങ്ങനെ എന്തോ ഒരു കാര്യം പറയുമ്പം ഖുർആനിൽ ഓരോരുത്തർക്കും ഓരോ വഴിയുണ്ട് എന്ന് പറയാൻ പറഞ്ഞതാണ്. വിഷയം അത് അവിടെ എല്ലാം നിൽക്കുന്നത്, വിഷയം പറയാനുണ്ട്. യുവാക്കളുടെ കാര്യം, എൻ്റെ പ്രിയപ്പെട്ട യുവാക്കൾ, ഈ നാടിൻ്റെ ഏറ്റവും വലിയ സമ്പത്താണ്, ഈ രാജ്യത്തിൻ്റെ സമ്പത്താണ്, ഒരു സമൂഹത്തിൻ്റെ പ്രതീക്ഷ യുവാക്കളാണ്. ഞാൻ പറഞ്ഞു, നട്ടെല്ലാണ്. ശരീരത്തിൽ നട്ടെല്ല് എന്താണോ എന്നതുപോലെയാണ് ഒരു സമൂഹത്തിൽ യുവാക്കൾ. അവര് നിലനിൽക്കണം, അവര് വിജയിക്കണം, അവര് രക്ഷപ്പെടണം, അവർക്ക് പ്രതാപമുണ്ടാവണം, അവർക്ക് നല്ല കുടുംബമുണ്ടാവണം, നല്ല കച്ചവടമുണ്ടാകണം, നല്ല സമ്പത്തുണ്ടാവണം, നല്ല ഐശ്വര്യമുള്ള ജീവിതമുണ്ടാകണം. അവർ സൂറത്തുൽ കഹ്ഫ് നോക്കണം. സൂറത്തുൽ കഹ്ഫിൽ വളരെ പ്രധാനപ്പെട്ട 10ാമത്തെ ആയത്താണ് അവർ പരിശോധിക്കേണ്ടത്. إذ أوى الفتية إلى الكهف فقالوا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ഒരുപാട് പറയാനുണ്ട് ഈ ഒരു ആയത്തിനെ കുറിച്ച്. നമുക്ക് എന്താ പറയാൻ പറ്റും? ഒന്നും പറയാൻ പറ്റൂല. എൻ്റെ ചെറുപ്പക്കാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ രക്ഷപ്പെടണമെങ്കിൽ, നിങ്ങളുടെ ജോലിയിൽ രക്ഷപ്പെടണമെങ്കിൽ, എവിടെ കാല് കുത്തിയാലും കുത്തിയ മണ്ണ് പൊന്നാക്കണമെന്ന് പൂതിയുണ്ടെങ്കിൽ നിങ്ങളെവിടെയും ചതിക്കപ്പെടരുത്, നിങ്ങളെവിടെയും വഞ്ചിക്കപ്പെടരുത്, നിങ്ങളിലേക്ക് നാശം വരരുത്. സർവനാശങ്ങളെ തൊട്ടും നിങ്ങളെ തൊട്ട് നാശങ്ങളെ തടയാൻ ഒരു പാറക്കെട്ട് അല്ലാഹു അദൃശ്യമായി നിങ്ങളുടെ ശരീരത്തിന് ചുറ്റും പൊതിഞ്ഞു വെക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അല്ലാഹുവിനോട് നിരന്തരം ചോദിക്കേണ്ടത് ഇത് അവൽ ഫിതിയത്തു, ഒരു കൂട്ടം യുവാക്കള് ഇലൽ കഹ്ഫി, ഗുഹയിലായിരുന്ന സന്ദർഭത്തെയാണ് നിങ്ങൾ ഓർമ്മിക്കേണ്ടത്. എൻ്റെ ചെറുപ്പക്കാര് ജീവിതത്തിന്റെ ഗുഹയിലാണ്, അവർക്കറിയുന്നില്ല എങ്ങോട്ടാ പോണ്ടത്. ചെറുപ്പക്കാര് ജീവിതത്തിന്റെ ഗുഹയിലാണ്, അവർക്കറിയില്ല എങ്ങോട്ട് പോണം. അവരെ ആക്രമിക്കാൻ ഒരു രാജാവ് അവന്റെ പട്ടാളക്കാരെ അയച്ചിട്ടുണ്ട്, ഇല്ലേ? അയച്ചിട്ടില്ലേ? ആ രാജാവിന് മുമ്പിൽ സുജൂദ് ചെയ്യാത്തതിന്റെ പേരിൽ ഇവരെ ആക്രമിച്ചു നശിപ്പിക്കാൻ ഒരു രാജാവിന്റെ പട്ടാളക്കാർ വന്നിട്ടുണ്ട്. പക്ഷെ ഈ പട്ടാളക്കാരുടെ കണ്ണ് ഈ ചെറുപ്പക്കാരിൽ പതിയില്ല. മാത്രല്ല, എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത്
അവരുടെ യൗവനത്തെ അള്ളാഹു നിലനിർത്തി, അവരുടെ ആഫിയത്തിനെ നിലനിർത്തി, അതിനൊരു ഹിക്മത്ത് ചെയ്തു. ആ പാറക്കെട്ടിനൊരു വിടവുണ്ടാക്കി, വിള്ളല്. എന്നിട്ട് രാവിലത്തെ സൂര്യന്റെ പ്രകാശവും വൈകുന്നേരത്തെ സൂര്യന്റെ പ്രകാശവും അവരുടെ ശരീരത്തിൽ അള്ളാഹു തട്ടിച്ചു. എന്തിന് പറഞ്ഞാൽ ഇനിയും വിഷയം നീളും. ഒരു മനുഷ്യന്റെ ആരോഗ്യം നിലനിൽക്കണമെങ്കിൽ രാവിലെ വെയിൽ കൊള്ളണം. 10 മണിക്കല്ല, 10 മണിക്കല്ല, രാവിലത്തെ വെയിൽ വേണം. വൈകുന്നേരത്തെ വെയിലും മനുഷ്യന് വേണം ഒരല്പനേരം. ഇപ്പൊ പ്രസംഗിക്കുക, നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും പറയാം. അപ്പൊ അള്ളാഹു അത് അവരെ ചെരിച്ചും മറിച്ചും എന്തിനാ കിടത്തിയത്? അവരെന്തിനാണ് ചെരിച്ചും മറിച്ചും കിടത്തിയത്? സുബ്ഹാനല്ലാഹ്. അവർ ചോദിച്ചതെന്താണ്? എന്റെ യുവാക്കളെ, നിങ്ങൾ എന്താണ് അള്ളാഹിനോട് ചോദിക്കേണ്ടത്? റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ. എല്ലാം അടങ്ങി. മിൻ ലദുൻക റഹ്മ പറഞ്ഞാ തീരാത്ത വിഷയം. മിൻ ലദുൻക റഹ്മ വഹയ്യ ലനാ മിൻ അംരിനാ റശദ. ഞങ്ങളുടെ കാര്യത്തിൽ ഒരു ഗൈഡിനെ തരണം, ഒരു വഴികാട്ടിയെ തരണം. മിക്ക യുവാക്കളും ജീവിതത്തിൽ തോറ്റുപോകുന്നത് വിത്തൗട്ട് ഗൈഡ്. ലൈഫ്, ജീവിതം ആരുടെയും ഉപദേശമില്ലാതെയാണ്. നിങ്ങളുടെ ഗൈഡ് ആരാണ്? ഒരു ടൂർ പോയാൽ ഗൈഡ് വേണം. ഒരു യാത്ര പോയാൽ, ഇപ്പൊ ഹജ്ജിനൊക്കെ പോയാൽ മുർഷിദ്, ബസ്സിൽ കയറുന്നിട്ടില്ലേ, മുർഷിദ് ഉണ്ടാവും, വഴികാട്ടി. നിങ്ങളുടെ വഴികാട്ടി ആര്? നമ്മളെ വഴികാട്ടി ഗൂഗിൾ മാപ്പ്. ഒരു പരിധിവരെ അത് കൃത്യസ്ഥാനത്തിന് എത്തിച്ചേരും കേട്ടാ. ഈ അടുത്ത് ആലുവയിൽ പെരുമ്പാവൂരുള്ള ഒരു വീട്ടിൽ പോകണം. ഞാൻ വൈകുന്നേരത്തെ കൺസൾട്ടിങ് കഴിഞ്ഞിട്ടേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. അള്ളാഹു ആ മനുഷ്യന്റെ രോഗം ഷിഫയായി കൊടുക്കട്ടെ. ഈ സമുദായത്തിന് ഏറെ ഉപകാരം ചെയ്യുന്ന ഒരു മഹാപണ്ഡിതന്റെ പിതാവാണ്. അള്ളാഹുവെ ആ പിതാവിന് നീ ഷിഫയാക്കി കൊടുക്കണേ അള്ളാഹ്. അപ്പൊ റസൂലുള്ളാഹിന്റെ ചികിത്സ നടത്തുന്ന ഒരാളാണ് എന്ന് അറിഞ്ഞതിന്റെ പേരിൽ എന്നെ വിളിച്ചു. എനിക്ക് പോവാൻ ആകെയുള്ള സമയം രാത്രിയാണ്. അങ്ങനെ മഗ്രിബോട് കൂടി പുറപ്പെട്ടു. അവരെ വിളിച്ച് ബുദ്ധിമുട്ടിക്കേണ്ടത് കരുതിയിട്ട് ഞാൻ നേരത്തെ ഗൂഗിൾ മാപ്പ് അയച്ചു തരാൻ പറഞ്ഞു. ആ വീട്ടിന്റെ മുറ്റത്ത് വണ്ടി എത്തിയെന്ന്. സുബ്ഹാനല്ലാഹ്. ആ വീട്ടുകാർ അത്ഭുതപ്പെട്ടു, ഇത്ര കൃത്യമായിട്ട് എത്തിക്കേ, ഇങ്ങനെ ഒരു വഴികാട്ടിയോ? അള്ളാഹു തൻ്റെ അടിമകൾക്ക് ചെയ്തു തന്ന സൗകര്യങ്ങൾ എത്ര വലുതാണ്. അള്ളാഹു ആ പിതാവിന് നീ ഷിഫയാക്കി കൊടുക്കണേ അല്ലാ. ഈ ഉമ്മത്തിന്റെ അഭിമാനം കാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു പണ്ഡിതന്റെ പിതാവാണ്. അവർക്ക് നീ ഷിഫ കൊടുക്കണേ അല്ലാ. അവർക്ക് നീ ഷിഫ കൊടുക്കണേ അല്ലാ. ആഫിയത്ത് കൊടുക്കണേ അല്ലാ. വലിയൊരു പണ്ഡിതന്റെ പിതാവാണ് അദ്ദേഹം. ഈ സമുദായത്തിന് അഭിമാനമാണ്. ഈ സമുദായത്തിന്റെ പ്രതാപം പല വേദികളിലും ഉയർത്തിക്കാണിച്ച മഹാപ്രതിഭയാണ്. പേര് പറയാത്തത് അസുഖവുമായി ബന്ധപ്പെട്ട കാര്യമായോണ്ടാണ്. അങ്ങനെ ഉണ്ടല്ലോ, അസുഖം എന്ന് പറഞ്ഞാൽ പറിച്ചു പിടിക്കേണ്ട കാര്യമാണല്ലോ, അവർ കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആരാണ് എന്താണെന്ന് പറയാത്തത്. രാത്രി 3 മണിക്ക് അവിടെ എത്തേണ്ടി വന്നു, വേറെ വഴിയില്ല. അല്ലാഹു ഷിഫ കൊടുക്കും, അല്ലാഹു ഷിഫ കൊടുക്കട്ടെ. അപ്പോൾ യുവാക്കളുടെ ഫസിദിനാഹും ഹുദ, ആ സൂറത്തിൽ എന്തുണ്ട്? ഫസിദിനാഹും ഹുദ. നിങ്ങൾക്ക് ആവശ്യമുള്ള സർവ്വവും അള്ളാഹു വർദ്ധിപ്പിച്ചു തരും. സൂറത്തുൽ കഹ്ഫ് പരിശോധിച്ച് നോക്കുക. അപ്പം അത് കുറേ പഠിക്കാൻ നമുക്ക് ഇത്രയല്ലേ പറയാൻ പറ്റൂ. ഇല്ല പിന്നെ ചെറുപ്പക്കാരെ മാത്രം എത്തിയിട്ട് പറയണം. യൗവനം ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാനുള്ള ഹിക്മത്ത് കയ്യിലുണ്ട്. എങ്ങനെ? യുവത്വം ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാനുള്ള ഹിക്മത്ത് സൂറത്തുൽ കഹ്ഫിലുണ്ട്. മസിൽ പവർ എപ്പോഴും നിലനിൽക്കാനുള്ള രഹസ്യം സൂറത്തുൽ കഹ്ഫിലുണ്ട്. അത് നമ്മൾ യുവാക്കളെ മാത്രം എത്തിയിട്ട് പറയാം. വയസ്സുള്ള ആൾ ഉണ്ടാവുമ്പോൾ ഓരോ മക്കളും പെരുമക്കളും തന്നെ കേൾക്കുന്നത്, ഇത് അന്നേ കേട്ടിട്ട് അമ്പളിയും ആ ചെറുപ്പം നിലനിൽക്കുമായിരുന്നു എന്ന് തോന്നണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. സാരമില്ല, വയസ്സുള്ളവർ ഈ ഉമ്മത്തിന്റെ ഭാഗ്യമാണ്. വയസ്സായവർ ഈ ഉമ്മത്തിന്റെ ഭാഗ്യമാണ്, ഈ ഉമ്മത്തിന്റെ അഭിമാനമാണ്, ഈ ഉമ്മത്തിന്റെ കാവലാണ്, ഈ നാടിന്റെ കാവലാണ് അവർ. പല മുസീബത്തും അള്ളാഹു നമ്മളിൽ തടഞ്ഞു നിർത്തത് ഈ നാട്ടിലെ വയസ്സായ ആളുകളെ കൂടി പരിഗണിച്ചിട്ടാണ്. അള്ളാഹുവെ അവരെ നീ ഏറ്റെടുക്കണേ അള്ളാഹ്. അപ്പൊ അതാണ് എനിക്ക് സൂറത്തുൻ നൂർ സ്ത്രീ ജീവിതത്തിന്റെ വിജയരഹസ്യങ്ങൾ പറയുന്ന അധ്യായമാണ്. സ്ത്രീ ജീവിതത്തിന്റെ വിജയരഹസ്യങ്ങൾ പറയുന്ന അധ്യായമാണ്. നിങ്ങളുടെ സ്ത്രീകൾക്ക് നിങ്ങൾ സൂറത്തുൻ നൂർ പഠിപ്പിക്കണമെന്ന് മുഹമ്മദ് റസൂൽ. അങ്ങനെയുണ്ട്. നിങ്ങളുടെ സ്ത്രീകൾക്ക് നിങ്ങൾ സൂറത്തുൻ നൂർ പഠിപ്പിക്കണം. ഒരു സ്ത്രീ സൂറത്തുൻ നൂറിനെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും എല്ലാ ദിവസവും അനുഗ്രഹീത വനിതയാവണം എന്ന ആഗ്രഹത്തോടുകൂടി ബഹുമാനാദരവോടെ എല്ലാ ദിവസവും സൂറത്തുൻ നൂർ പാരായണം ചെയ്താൽ ജീവിതം പ്രകാശപൂരിതമാകും. ഈ പെണ്ണാണ് വീടിന്റെ വിളക്കാകുന്ന പെണ്ണ്. റസൂലുള്ള പറഞ്ഞില്ലേ, വീട്ടിന്റെ വിളക്കാണ് പെണ്ണെന്ന്. സൂറത്തുൻ നൂറുള്ള പെണ്ണാണ്, അല്ലാത്ത മണ്ണെണ്ണ വിളക്കിന്റെ പെണ്ണല്ല. മനസ്സിലായില്ല? മണ്ണെണ്ണ വിളക്കിന്റെ പെണ്ണുണ്ട്, അതല്ല. സൂറത്തുൻ നൂർ, സൂറത്തുൻ നൂർ. ആ സ്ത്രീകൾക്ക് തിരിഞ്ഞില്ലേ? സൂറത്തുൻ നൂർ കൂടെയുള്ള പെണ്ണ്, പ്രകാശത്തിന്റെ അധ്യായം കൂടെയുള്ള പെണ്ണ് വീടിന്റെ വിളക്കാണ്. അല്ലാഹുവേ, ഞങ്ങളെ സ്ത്രീകളെ നീ ഏറ്റെടുക്കണേ അല്ലാ.
അവൻ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്, കുറേ വിഷയങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ട്, നമുക്കിപ്പോൾ ചർച്ച ചെയ്യാൻ പറ്റൂല. ഞാൻ അതിൻ്റെ ഒരു വഴി പറഞ്ഞു തന്നു, ഓതിക്കൊള്ളിങ്ങൾ. അള്ളാഹുവേ, ഞങ്ങളുടെ ഉമ്മമാര്, പെങ്ങന്മാര്, ഭാര്യമാര്, പെൺമക്കൾ നിന്റെ ഹബീബിന്റെ ഉമ്മഹാത്തിൽ മുഅ്മിനീങ്ങൾ അനുഗ്രഹിച്ചതുപോലെ അനുഗ്രഹിക്കണേ അല്ലാഹ്. ദുനിയാവിന്റെ ഫിത്നയിൽ നിന്ന്, ഫസാദിൽ നിന്ന്, ചതിയിൽ നിന്ന്, വഞ്ചനയിൽ നിന്ന്, നാശങ്ങളിൽ നിന്ന് ഞങ്ങളെ സ്ത്രീകൾക്ക് നീ കാവൽ നൽകണേ തമ്പുരാനെ. പിന്നെ മക്കളുമായി ബന്ധപ്പെട്ട് സൂറത്തുൽ ലുഖ്മാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പല മാതാപിതാക്കളും മക്കളാവാൻ ദുആ ചെയ്തു, പിന്നെ അവരെ കൊണ്ടാണ് ടെൻഷൻ. വാഴ വെക്കുന്ന കഥ പറയല് അല്ലേ? വാഴ വെച്ചാ മതിയേനു, തെങ്ങ് വെച്ചാ മതിയേനു, എന്ത് കഥ പറയലില്ലേ? സൂറത്തുൽ ലുഖ്മാൻ ഓതിയാ മതിയായിരുന്നു. എൻ്റെ മറുപടി, മക്കള് ശരിപ്പെട്ട് കിട്ടുക എന്നുള്ളത് മാതാപിതാക്കളുടെ ഭാഗ്യമാണ്. അല്ലാഹുവേ, ആ അനുഗ്രഹം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഇസ്മായിൽ നബി അലൈഹിസ്സലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് എത്രത്തോളം അനുസരണയുള്ള മകനായോ അതുപോലെ ഞങ്ങളെ മക്കളെ നീ ആക്കി തരണേ അല്ലാ. ഏതൊരു മാതാവിൻ്റെയും പിതാവിൻ്റെയും ദുആ മക്കൾക്ക് വേണ്ടി ഇങ്ങനെ ആവണം. എങ്ങനെ? ഇസ്മായിൽ നബി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അനുസരിച്ചതുപോലെ ഞങ്ങളെ മക്കളെ ഞങ്ങളെ അനുസരിപ്പിക്കണേ എന്ന് ദുആ ചെയ്താൽ ആ ദുആയിൽ ഒരു ബർക്കത്തുണ്ട്. എന്താ ബർക്കത്ത്? 2 നബിമാരുടെ പേര് പറഞ്ഞു, 2 നബിമാരുടെ ഖസസ് ഓർമ്മിച്ചു, 2 നബിമാര് അള്ളാഹനെ അനുസരിച്ചതിനെ ഓർമ്മിച്ചു. ഈ ഓർമ്മകൾ കാരണം നിങ്ങളുടെ മക്കള് നന്നായി തീരും. അല്ലാഹു കബൂൽ ചെയ്യട്ടെ.